ഹലോ ഗൈസ്, അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് പോകട്ടോ. അതിൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീൻ്റെ വീഡിയോ ആയിരുന്നു നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുള്ളത്. പിന്നെ ഇതാ ഈ കാണുന്ന 4 പേര്, ഇവരെൻ്റെ കൂടെ +2 മുതലുള്ള എൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ കല്യാണ പെണ്ണ് കൃഷ്ണപ്രിയ. ഞങ്ങൾ ഷോർട്ടാക്കിയിട്ട് KP എന്ന് വിളിക്കും. ആളൊരു ഹിന്ദി ടീച്ചറാണ്, പക്ഷെ അതിൻ്റെ മെച്യൂരിറ്റി ഒന്നും അവൾക്കില്ല കേട്ടോ. ഈ വീശുന്ന കാറ്റൊന്നും എവിടെ ഏൽക്കുന്നുണ്ടായിരുന്നില്ല, അത്രയ്ക്ക് നല്ല ചൂടായിരുന്നു. അങ്ങനെ ഞങ്ങൾ AC കൊള്ളാൻ വേണ്ടിയിട്ട് അവളുടെ റൂമിലേക്ക് പോയി. നോക്കുമ്പോൾ ഇതാ ഞങ്ങളുടെ ക്ലാസ്മേറ്റ്സും പിന്നെ റിലേറ്റീവ്സും നെയ്ബേഴ്സും ഒക്കെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും AC കൊള്ളാൻ വേണ്ടിയിട്ട് അവിടെ വന്നിരുന്നേ. പിന്നെ ഇതാ കുറേ കഥയൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ ഇരുന്ന്. പിന്നെ ഫുഡ് കഴിക്കേണ്ട ടൈമായി. ഫുഡിൻ്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഫസ്റ്റ് പ്രയോറിറ്റി ഫുഡിനാണ്. സോ അതിന് വേണ്ടിയിട്ടുള്ള പുറപ്പാടായിരുന്നു ഞങ്ങൾ. അവിടെ ഒരു യുദ്ധം തന്നെയായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത് ഗൈസ്. യുദ്ധത്തിലെ പങ്കാളികളാണ് ഈ കാണുന്നവരൊക്കെ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് വീണ്ടും AC റൂമിലേക്ക് തന്നെ വന്ന്. നല്ല ചൂടല്ലേ, അതുകൊണ്ട് തണുപ്പത്ത് നിറങ്ങാൻ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് എൻ്റെ ഈ ഹെയർ സ്റ്റൈൽ ഞാനൊന്ന് ആലോചിച്ചിട്ടുണ്ടായത്. കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് ഗൈസ്. എന്ത് ചെയ്യാനോ മറന്നുപോയി, മിസ്സായിപ്പോയി. പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ഞങ്ങൾ റിട്ടേൺ ഇറങ്ങുമ്പോഴായിരുന്നു ഞങ്ങളെ ക്ലാസ്മേറ്റ്സിനൊക്കെ കാണുന്നത്. പിന്നെ ഞാൻ ഓരും കൂടി അങ്ങ് എൻ്റെ വ്ളോഗിലേക്ക് ഇൻക്ലൂഡ് ആക്കി. നാളെ ചിലപ്പോൾ ഓർക്ക് വിഷമമായാലേ. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ സോനൻ്റെ വീട്ടിലേക്ക് പോകുമായിരുന്നു. നല്ല വെയിലായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ അതിനൊരു സാരിയൊക്കെ വെച്ചിട്ട് ഒരു അമ്മായി വൈബിലാണ് നടക്കുന്നുണ്ട്. എൻ്റെ സൈഡിൽ പിങ്ക് അമ്മായിയും കൂടി ഉണ്ടായിരുന്നു. പെട്ടെന്നാണെങ്കിൽ ക്യാമറ കാണിച്ച് അവളപ്പം ഹായ് ഗൈസ് പറയും. അതങ്ങനെ ഒരു അവതാരം. നിങ്ങൾ ശ്രദ്ധിച്ചൊന്നറിയില്ല, ഒന്നും കൂടി കേട്ടാൽ മനസ്സിലാവും. ഇതാ വീണ്ടും വിളിപ്പോൾ പറയും ഹായ് ഗൈസ്. മൂപ്പരുടെ മെയിനായിട്ടാണ് കേട്ടോ അത്. സോറി ഗൈസ്, ഇവരെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയില്ലല്ലേ. ഈ ബ്ലൂ ഇട്ടിട്ടുള്ളതാണ് റിൻഷ. ആളൊരു MBA സ്റ്റുഡൻ്റ് ആണ് കേട്ടോ. ഇതാ തൊട്ടടുത്തിരുന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്ന മഞ്ഞസാരിനെ കണ്ടോ, അതാണ് അനീക ബാലു. ഇവർ രണ്ടാളും തമ്മിലൊരു കോംബോ ആണ്. സുരേഷ് ആൻഡ് രമേശ്, നമ്മളെ 5 സ്റ്റാറിൻ്റെ പരസ്യത്തിലെ പോലെ ഇവരെപ്പോഴും ഒരുമിച്ചാണ്. ഇവർക്ക് എന്തിനാന്ന് പോലും അറിയാത്ത റീസൺസിന് ഇവരെന്നെ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് ആയതുകൊണ്ട് പറയല്ല കേട്ടോ ഗൈസ്, ബുദ്ധിക്ക് ലേശം കുറവുണ്ടെന്നേ ഉള്ളൂ, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. എൻഡിങ്ങിന് വേണ്ടി ഞാനൊരു ബായ് പറയാൻ പറഞ്ഞതാ. അഭിനയിക്കാൻ പറഞ്ഞപ്പോൾ അവർ ജീവിച്ച് കാണിക്കാണ് ഗൈസ്. ബൈ.